നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ കടുത്ത നിയന്ത്രണങ്ങളാണ് കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കാണ് കുവൈറ്റ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതിനാൽ ഏറെ കഷ്ടപ്പെടുകയാണ് പ്രവാസികൾ. കുവൈറ്റിൽ എത്തിച്ചേരാൻ കാത്തിരിക്കുകയാണവർ. എന്നാൽ കോവിഡ് വാക്സിൻ എടുക്കാത്തവർക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തില്ലെന്ന് കുവൈറ്റ് ആരോഗ്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ ബാസിൽ അൽ സബാഹ് വ്യക്തമാക്കി. ഇത്തരം പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യൻ നിർമ്മിത കോവിഡ് വാക്സിനായ സ്പുട്നിക്കിന് കുവൈറ്റിൽ അംഗീകാരമില്ല. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിദഗ്ധ സമിതിയും സ്പുട്നിക് വാക്സിന് അംഗീകാരം നൽകിയിരുന്നില്ല. ലോകത്തിലെ പ്രമുഖ ആരോഗ്യ സംഘടനകളൊന്നും സ്പുട്നിക്കിന് അംഗീകാരം നൽകിയിട്ടുമില്ല. എന്നാൽ കുവൈറ്റിൽ ഇതുവരെ 76,000 പേർക്കാണ് കോവിഡ് വാക്സിൻ നൽകിയിട്ടുള്ളത്. രാജ്യത്തെ ജനസംഖ്യയുടെ 16.5% പേർക്ക് വാക്സിൻ നൽകിയിട്ടുണ്ട്. വാക്സിൻ സ്വീകരിച്ചവരിൽ ഏറെ മുതിർന്നവർ തന്നെ. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ICUവിൽ പ്രവേശിക്കുന്നവരിൽ പ്രായമുള്ളവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് 10 പേർ കൂടി കോവിഡ് ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ചു. പുതുതായി 1477 പേർക്കാണ് കുവൈറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചികിത്സയിലായിരുന്ന 1367 പേർ രോഗമുക്തി നേടി. ഇതുവരെ 2,44,325 പേർക്കാണ് കുവൈറ്റിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 1383 പേർ മരിച്ചു. 2,28,627 പേർ രോഗമുക്തി നേടി. 14,305 കോവിഡ് രോഗികളാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 224 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. ഇവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കഴിയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11,171 കോവിഡ് പരിശോധനകളാണ് രാജ്യത്ത് നടത്തിയത്. ആകെ 2,42,326 കോവിഡ് പരിശോധനകളാണ് നടത്തിയിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.